CPIM-ന്റെ കുത്തക അവകാശം പോലെ വെച്ചിരിക്കുന്ന തളിപ്പറമ്പും അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPIM പിടിച്ചെടുത്ത അഴീക്കോട് നിയമസഭാ മണ്ഡലവും ഇക്കുറി കൈമോശം വരും എന്ന് അവരുടെ ആഭ്യന്തര റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ്. അതായത് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ 10,000-ഓളം വോട്ടിൻ്റെ ലീഡ് UDF സ്ഥാനാർത്ഥിയായ കെ സുധാകരന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. CPIM-നെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ രാഷ്ട്രീയ സംഘർഷമുണ്ടാക്കാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തളിപ്പറമ്പിലെ മലബട്ടത്ത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തോതിൽ കൊലവിളി മുദ്രാവാക്യവുമായി KK രാഗേഷ് എന്ന ജില്ലാ സെക്രട്ടറി ഗുണ്ടാ രാഷ്ട്രീയക്കാരനെ പോലെയാണ് പെരുമാറിയത് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തേക്കാൾ ഉപരിയായി ഗുണ്ടായിസമാണ് കൈവശമുള്ളത് എന്നുള്ളത് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഭാഷയിലും ഒക്കെ വ്യക്തമാകുന്നത്. ഞങ്ങൾക്കാർക്കും മൂട്ടയെ പോലെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? എന്നാൽ വലിയ രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാം. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡയലോഗ്. ഏതായാലും തളിപ്പറമ്പിൽ കാര്യമായ വോട്ട് ഷെയറിൻ്റെ നഷ്ടം ഉണ്ടാകും എന്നുള്ളത് MV ഗോവിന്ദൻ്റെ ലീഡ് കാണുമ്പോഴേ അറിയാം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 40,000-ഓളം വോട്ടിൻ്റെ ലീഡ് ഉണ്ടായിരുന്ന തളിപ്പറമ്പാണ് 22,000 വോട്ടിലേക്ക് ചുരുങ്ങുന്ന സാഹചര്യമുണ്ടായത്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തളിപ്പറമ്പിൽ നഷ്ടവുമുണ്ടായി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതേസമയം KV സുമേഷ് എന്ന നേതാവ്, അദ്ദേഹം CPIM-ന്റെ MLA ആണ്. അദ്ദേഹം പ്രദാനം ചെയ്യുന്ന അഴീക്കോട് മണ്ഡലം കഴിഞ്ഞ തവണ 6,000 വോട്ടുകൾക്ക് മാത്രമാണ് KM ഷാജി പരാജിതനായത്. എന്നാൽ ഇക്കുറി KM ഷാജി തിരിച്ചു പിടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുക തന്നെയാണ്. പ്രത്യേകിച്ചും അഴീക്കോട് മണ്ഡലം രാഷ്ട്രീയപരമായി കേരള രാഷ്ട്രീയത്തിൽ ഏറെ സ്വാധീനമുള്ള മണ്ഡലമാണ്. MV നികേഷ് കുമാർ അഴീക്കോട് മണ്ഡലത്തിൽ മത്സരിച്ചിട്ടും നുണവാദങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ടാണ് KM ഷാജി 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയത്. വലിയ തോതിലുള്ള വർഗീയ പ്രചരണം അടിച്ചുവിടാൻ വേണ്ടി കിണറിലിറങ്ങി വെള്ളം തപ്പി നോക്കിയതും ലഘുലേഖ വിതരണമെല്ലാം നടത്തിയത് KM ഷാജിയാണ് എന്നുമൊക്കെയുള്ള നികേഷ് കുമാറിൻ്റെ ആരോപണം. പ്രത്യേകിച്ചും അതിനുവേണ്ടി ഇടതുപക്ഷ ചാനലുകളെല്ലാം വലിയ തോതിൽ അദ്ദേഹത്തിന് പിന്തുണച്ചിട്ടും നികേഷ് കുമാറിന് പരാജയം സമ്മതിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് അഴീക്കോടും തളിപ്പറമ്പും വലിയ രീതിയിൽ CPIM-ന് നഷ്ടമാകും എന്ന് വ്യക്തമാകുന്നത്. രാമേന്ദ്രൻ കടന്നപ്പള്ളി 81 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹം ഇനി കണ്ണൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരനാണ് മത്സരിക്കുന്നതെങ്കിൽ മത്സരിക്കില്ല എന്ന് ഉറപ്പിക്കുകയാണ്. അദ്ദേഹം മത്സരിക്കുമോ എന്നുള്ളതിൻ്റെ ഫൈനൽ ഡെസിഷൻ ഹൈക്കമാൻഡാണ് എടുക്കേണ്ടത് എന്നതിരിക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല. പക്ഷേ അഴീക്കോടും തളിപ്പറമ്പും കൃത്യമായ രാഷ്ട്രീയ പോരാട്ടം തന്നെയായിരിക്കും നടക്കുക എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് CPIM ജില്ലാ കമ്മിറ്റി പ്രമേയം പാസാക്കിയത് വലിയ തോതിലുള്ള വോട്ട് ചോർച്ച പാർട്ടി ഗ്രാമങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളത്. നമുക്കറിയാം, അഴീക്കോട് പാർട്ടി ഗ്രാമം എന്ന രീതിയിൽ തന്നെ അറിയപ്പെടുന്ന സ്ഥലമാണ്. അവിടെയാണ് KM ഷാജി 2011-ലും 2016-ലും CPIM-ന്റെ മടയിൽ ചെന്ന്, വയനാട്ടിൽ നിന്നും മടയിൽ ചെന്ന് അടിച്ച് നിലംപരിശാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് KM ഷാജിയോട് CPIM-ന് ഇത്ര വിരോധം.